കേരള കോൺഗ്രസിനെതിരായ വനം മന്ത്രിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി ജോസ് കെ മാണി. കേരളത്തിലെ മലയോര ജനതയുടെ വികാരമാണ് പാർട്ടി ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് നിലപാടിനെ മന്ത്രിയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടെന്നും ജോസ് കെ മാണി. മന്ത്രി എ കെ ശശീന്ദ്രന് മറുപടി പറയേണ്ട ആവശ്യമില്ല. ജനകീയ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ജോസ് കെ മാണി തള്ളി. അപ്പോൾ ആ വിഷയം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒരു മന്ത്രിക്കെതിരെയാണെന്നുള്ള ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഒരു ജനകീയ വിഷയമല്ലേ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പം ഇത് പറയുന്നത് കടുത്തുരുത്തിയിലാണ്. ഇപ്പം നിങ്ങൾ മെയ്യുന്ന സ്റ്റോറിക്കെല്ലാം ഞാൻ മറുപടി പറയണോ? ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, വനം മന്ത്രിക്ക് എതിർപ്പുണ്ടെങ്കിലും ഉന്നയിച്ച വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു സന്ദേശം നൽകുന്നുണ്ട് ജോസ് കെ മാണി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണേണ്ടത്. തീർച്ചയായും PC മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ആളുകൾ നേരിടുന്ന വന്യജീവി പ്രശ്നത്തിൽ അടക്കം വലിയ രീതിയിലുള്ള എതിർപ്പ് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലും അത്തരം വിമർശനങ്ങൾ വനം മന്ത്രിക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു. അത്തരം പേരെടുത്തുള്ള വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി കത്ത് നൽകുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ വിഷയത്തിൽ വനം മന്ത്രി ഒരു പ്രതികരണം നടത്തിയത്. മുന്നണി മര്യാദകൾ പാലിക്കണം കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയുടെയും അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെയും പ്രതികരണങ്ങൾ ആ നിലയ്ക്കുള്ളതാകണമെന്നുള്ള വിമർശനം കഴിഞ്ഞ ദിവസം വനം മന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണിയുടെ വിശദീകരണം തേടിയത്. അദ്ദേഹം പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുള്ളത്. അതേസമയം ഇത്തരം ജനകീയ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല, വനം മന്ത്രിക്ക് നേരിട്ട് താൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്നതാണ് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പല അഭ്യൂഹങ്ങൾ, പ്രത്യേകിച്ച് കടുത്തുരുത്തിയിൽ അദ്ദേഹം മത്സരിക്കും, നേരത്തെ തിരുവമ്പാടിയിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള പല വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. അക്കാര്യങ്ങളൊക്കെയും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ചില കോണുകളിൽ നിന്നും ചില ഭാവനകൾ സൃഷ്ടിച്ച് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നതിനോടെല്ലാം തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും പാർട്ടി ഉന്നയിച്ച പ്രത്യേകിച്ച് വന്യജീവി വിഷയങ്ങളിലും അതോടൊപ്പം തെരുവുനായ വിഷയത്തിലും അടക്കം കൃത്യമായ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് തന്നെ വെക്കുന്നു. ഈ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ സർക്കാർ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസിനുള്ളത്. അതേസമയം മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വിദൂര സാധ്യത പോലുമില്ല എന്ന് അദ്ദേഹം ചിരിച്ചു തള്ളുകയും ചെയ്തു. ജോസി, എന്തായാലും ജോസ് കെ മാണിയുടെ ഈ മറുപടിക്ക് ഒരു പ്രതികരണത്തിന് വേണ്ടി നമ്മൾ എ കെ ശശീന്ദ്രനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പക്ഷേ ഒഫീഷ്യലി പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ജോസ് കെ മാണിയുടെ പ്രതികരണം വെച്ച് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. തന്നെ ഉദ്ദേശിച്ചല്ല നേരത്തെ പറഞ്ഞത് എന്ന ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ പ്രതികരണം സ്വാഗതാർഹമാണ് എന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഔട്ട് ഓഫ് ദ മൈക്ക് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശരി, എന്തായാലും കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ജോസ് കെ മാണി നൽകുന്നില്ല. അത്തരത്തിലുള്ള കേൾക്കുന്ന വാർത്തകളെല്ലാം അഭ്യൂഹമാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ജോസ് കെ മാണി ചെയ്തിരിക്കുന്നത്.